ഹായ് ഹലോ നമസ്കാരം. ഇതാണ് മോട്ടോമാക്സിൻ്റെ ഡാഷ്ബോർഡ് പോളിഷ്. ഡാഷ്ബോർഡ് മാത്രമല്ല, ഡാഷ്ബോർഡ് മെറ്റീരിയലുള്ള എല്ലാ ഭാഗവും ഇത് വെച്ച് പോളിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെറും 133 റുപ്പീസ് മാത്രമാണ്. ഇതെന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തത്. ഇത് വെച്ച് എങ്ങനെയാണ് കാർ ക്ലീൻ ചെയ്യുന്നത്, അല്ല ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഈ ഒരു ക്ലീൻ ചെയ്യാൻ പറ്റിയ ഈ ഒരു സാധനം ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. 133 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ക്വാളിറ്റിയാണ് ഈ ഒരു ഓയിലിന് വരുന്നത്. അതുകൊണ്ട് വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പം ഇത് തേച്ചതിന് ശേഷം AC ഇട്ട് ഓടിയാലും ഈ പറഞ്ഞ പോലെ ലിക്വിഡിൻ്റെ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഡാഷ്ബോർഡ് ജസ്റ്റ് തുണി വെച്ചൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രമാണ് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം പോളിഷ് ചെയ്യേണ്ടത്. അങ്ങനെ ഏറെക്കുറെ സ്റ്റിയറിങ്ങും AC വിൻഡും എല്ലാം ഒന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം നമുക്കൊന്ന് തേച്ച് നോക്കാൻ വൃത്തിയാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഒരു പരീക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ലിക്വിഡ് എവിടെയെങ്കിലും ജസ്റ്റ് ഡ്രോപ്പായിട്ട് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിൽ ഒഴിച്ചാലും മതി, ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചാലും മതി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒഴിച്ചാലും മതി. അതിനുശേഷം നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിക്കുക. അതിനുശേഷം അവർ തന്നെ ഡെലിവറി ചെയ്ത സാധനത്തിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഒരു സാധനം വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് പോളിഷ് ചെയ്യാം. വേറെ തുണിയോ ഒന്നും ആവശ്യമില്ല, ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. കാരണം ഒരുപാട് വിസ്കോസിറ്റി ഇല്ല ഈ ഒരു ലിക്വിഡിന്. അത്യാവശ്യം ഒരു സാധാരണ വെളിച്ചെണ്ണയുടെ അത്ര മാത്രമേ ഉള്ളൂ. സോ ഇത് വെച്ച് ജസ്റ്റ് അങ്ങ് തുടച്ചാൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി പൊടിയൊക്കെ തുടച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് പോളിഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ തേച്ച് തടവിയെടുക്കുക. എവിടേക്കാണോ ഈ നിറം അല്ലെങ്കിൽ മങ്ങിയിരിക്കുന്നത് അവിടെയൊക്കെ ജസ്റ്റ് തേച്ച് പിടിപ്പിക്കുക. ഇത് 100 ml ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാൻ പറ്റിയ എല്ലാ ഇത്രയും നമുക്കിതിലൂടെ കിട്ടും തോന്നുന്നു. ചെറിയൊരു ഓയിലിൻ്റെ ഒരു ടച്ച് ഉണ്ട് ഇതിൻ്റെ വിസ്കോസിറ്റി. എന്നിരുന്നാലും ഇനിയിപ്പം കുറച്ച് ദിവസം ഇത് ഡ്രൈ ആവാതെ AC ഇട്ട് അല്ലെങ്കിൽ വിൻഡോ തുറന്നിട്ട് ഓടാൻ പറ്റില്ല. കാര്യം ഇതൊരു ഓയിൽ ടൈപ്പാണ്. ഇത്രയും അഴുക്ക് പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് കുറച്ചെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് സീറ്റും ആണെങ്കിൽ സീറ്റ് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്.